നിങ്ങളുടെ റോസാ ചെടികൾ ഇതുപോലെ മൂഡ് ഔട്ടായി നിൽക്കുകയാണെങ്കിൽ അവരെ വീണ്ടും ഉഷാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി വളത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല അടിപൊളിയായി പൂത്ത് നിൽക്കുന്ന ചെടി വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ പിന്നെ പൂക്കാറേയില്ല, അല്ലെങ്കിൽ ഇലകളെല്ലാം മഞ്ഞ നിറമായിട്ട് കരിഞ്ഞു പോവുക, മൊട്ടുകൾ വിരിയാതെ കൊഴിഞ്ഞു പോകുക, ഇങ്ങനെയുള്ള സങ്കടങ്ങൾ പറയുന്ന ഒരുപാട് പേരുണ്ടല്ലേ. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരു നല്ലൊരു വളമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതായത് ഇത് വെറും ഒരു വളമല്ല കേട്ടോ, റോസാ ചെടികൾക്ക് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും ഈ ഒരു വളത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വളം കൊടുക്കുന്നതിലൂടെ നമ്മുടെ ചെടികൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റോസ് മിക്സ് ആണ് കേട്ടോ. നമ്മൾ മനുഷ്യർക്ക് ആരോഗ്യം നിലനിർത്താൻ ബാലൻസ്ഡ് ഡയറ്റ് വേണമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് റോസാ ചെടികൾക്കും അവയ്ക്ക് വളരാൻ നൈട്രജൻ, അതുപോലെ ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കൃത്യമായ അളവിൽ വേണം. അപ്പോൾ റോസ് മിക്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവയിൽ ഇത് മൂന്നുമുണ്ട്. അത് കൂടാതെ തന്നെ ചെടികൾക്ക് ആവശ്യമായ കാൽസ്യം, അതേപോലെ മഗ്നീഷ്യം, ബോറോൺ തുടങ്ങിയ മൈക്രോ ന്യൂട്രിയൻസും ഈ ഒരു വളത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വളം കൊടുക്കുന്നത് വഴി മറ്റൊരു വളം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. റോസ് മിക്സ് കൊടുക്കുന്നതിലൂടെ ചെടിയിൽ പൂക്കളുടെ വലിപ്പം ഇരട്ടിയാകുന്നുണ്ട്. അതേപോലെ തന്നെ സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ നല്ല തിളക്കവും നിറവും പൂക്കൾക്ക് ലഭിക്കുന്നുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാതെ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ചെടിയിൽ തന്നെ വാടാതെ നിൽക്കും. ഒരു ചെടിയുടെ ആരോഗ്യം എന്താണ്? ആ ഒരു ചെടിയുടെ വേരാണല്ലേ. അതിൻ്റെ വേരുകളുടെ വളർച്ച, നല്ല വളർച്ചയുള്ള ഒരു വേരുകളുള്ള ചെടിയാണെങ്കിൽ ആ ഒരു ചെടി നന്നായിട്ട് വളരും. അപ്പോൾ റോസ് മിക്സിലുള്ള ഫോസ്ഫറസ് ചെടിയുടെ വേരുകളെ നല്ല സ്ട്രോങ് ആക്കി മാറ്റുന്നുണ്ട്. വേരുകൾ മണ്ണിലേക്ക് നന്നായി ആഴ്ന്നിറങ്ങി പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വെള്ളവും അതുപോലെ പോഷകങ്ങളും ചെടിക്ക് നല്ലതുപോലെ വലിച്ചെടുക്കാൻ പറ്റും. വേര് നല്ലതാണെങ്കിലാണല്ലോ ചെടിയും നല്ല ഉഷാറായിട്ട് വളരുള്ളൂ. അപ്പോൾ ഈ ഒരു വേരുകളുടെ വളർച്ച കാരണം നമ്മൾ കൊടുക്കുന്ന എല്ലാ വളങ്ങളും, ചില ചെടി ഈ മുരടിച്ച് നിൽക്കാറുണ്ടല്ലോ, അതിന് വേരോട്ടം കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്ത് വളം കൊടുത്താലും ആ ഒരു വളം വലിച്ചെടുക്കാനുള്ള കഴിവ് ആ ഒരു ചെടിക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ഒരു വളം കൊടുക്കുന്നത് വഴി ചെടിയുടെ വേരുകൾക്ക് നല്ല കരുത്തുണ്ടാവും. അതുമാത്രമല്ല, നമ്മൾ ഈ ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1.5-2 ആഴ്ചക്കകം നല്ല ഒരുപാട് തളിർപ്പുകൾ ചെടിയിൽ വരാൻ തുടങ്ങും. ഈ ഒരു ചെടിയെ കണ്ടോ? ഇതിൽ മഴ പെയ്ത സമയത്ത് നമ്മുടെ ഇലകളെല്ലാം കൊഴിഞ്ഞ് തണ്ടുകൾ മാത്രമായിരുന്ന ഒരു ചെടിയായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ ഒരു വളം കൊടുത്തതിൽ പിന്നെ ഒരുപാട് പുതിയ തളിർപ്പുകൾ വന്ന് അതിലൊക്കെ മുട്ടുകളും വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ചെടി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും. നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ഈ ഇലകളെല്ലാം കൊഴിഞ്ഞ് തണ്ട് മാത്രമായി നിൽക്കുന്ന ആ ഒരു അവസ്ഥ വല്ലാത്തൊരു സങ്കടമാണല്ലേ. അപ്പോൾ ഈ ഒരു വളം കൊടുത്തു നോക്കുക. നിങ്ങളുടെ ചെടികൾ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ ഒരുപാട് തളിർപ്പുകൾ വന്ന് അവയിലെല്ലാം തന്നെ മുട്ടുകളും വന്ന് നിറയെ പൂക്കൾ ഉണ്ടായി കിട്ടും. അതുകൂടാതെ തന്നെ നമ്മുടെ റോസാ ചെടികൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ടല്ലേ. റോസാ ചെടികളെ പെട്ടെന്ന് ബാധിക്കുന്ന ഇലപ്പുള്ളി രോഗങ്ങൾ, അതുപോലെ ഡൈബാക്ക്, ഇതെല്ലാം മഴ സമയത്താണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇവയൊക്കെ പ്രതിരോധിക്കാൻ നമുക്ക് ഈ ഒരു വളം കൊടുക്കുന്നതിലൂടെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൊടുക്കാറില്ലേ, അതുപോലെ തന്നെയാണ് റോസിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടാൻ ഈ ഒരു വളം കൊടുത്താൽ നല്ലതാണ് കേട്ടോ. പിന്നെ റോസ് മിക്സിൽ കെമിക്കലുകൾ മാത്രമല്ല, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് പോലുള്ള ഓർഗാനിക് ഘടകങ്ങളും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് മണ്ണിലെ ഉപകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കില്ല. മണ്ണ് എപ്പോഴും സോഫ്റ്റും അതുപോലെ ഫലഭൂഷ്ടമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റോസ് മിക്സ് ഇടുമ്പോൾ എപ്പോഴും ചെടിയുടെ ചുവട്ടിലെ മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. റോസ് മിക്സ് എന്നല്ല, നമ്മൾ ഏതൊരു വളം കൊടുക്കുകയാണെങ്കിലും ചെടിയുടെ ചുവട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കില്ലേ, ആ ഒരു സമയത്ത് വേരുകൾക്കൊന്നും ഡാമേജ് വരാതെ പതുക്കെ വേണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. തണ്ടിൻ്റെ തൊട്ടടുത്ത് ഇടാതെ ചട്ടിയുടെ വശങ്ങളിലായിട്ട് നമ്മൾ ഈ ഒരു വളം വിതറിക്കൊടുത്താൽ മതി. വിതറിക്കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുകയും വേണം. മഴയാണെങ്കിൽ നമ്മൾ നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല വെയിലാണല്ലോ.
അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ നനച്ച് കൊടുക്കുന്നത്. അപ്പോൾ മാസത്തിൽ ഒരു തവണ നമുക്ക് ഈ ഒരു വളം നമ്മുടെ ചെടികൾക്ക് ചെയ്തു കൊടുക്കാം. ഒരുപാട് പൂക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ റോസാ ചെടിയെ വളർത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താണ് നമ്മുടെ എത്ര റോസ് വളർത്തിയാലും അത് വളർന്ന് കിട്ടുന്നില്ല, മുരടിച്ച് പോകുന്നു, ഒരുപാട് രോഗങ്ങൾ വന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ മാറണമെങ്കിൽ നമ്മൾ റോസിനെ മറ്റ് ചെടികളെ അപേക്ഷിച്ച് റോസിനെ കൂടുതലായിട്ടൊന്ന് കെയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടതായ വളങ്ങൾ, റോസ് ഒരുപാട് വളങ്ങൾ ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. അപ്പോൾ ഒരേ തരം വളങ്ങൾ കൊടുക്കാതെ വളങ്ങൾ നമ്മളൊന്ന് മാറ്റി മാറ്റി കൊടുക്കുക. ഒരാഴ്ച കെമിക്കൽ ഫെർട്ടിലൈസർ ആണെങ്കിൽ പിറ്റേത്തെ ആഴ്ച ജൈവവളങ്ങൾ കൊടുക്കുക. അങ്ങനെ നമ്മൾ മാറി മാറി വളങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ റോസിൽ പതിയെ പതിയെ പുതിയ മാറ്റങ്ങൾ വന്നു തുടങ്ങും. നമ്മൾ ഒരേ വളങ്ങൾ എല്ലാ മാസവും ഇതുപോലെ നമ്മൾ ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടിയൊക്കെ ഓരോ മാസവും ഇങ്ങനെ ഒരുപോലെ കൊടുക്കും. അപ്പോൾ ഒരു മാസം, ഇപ്പോൾ മാസത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ എല്ലുപൊടിയാണ് കൊടുത്തതെങ്കിൽ ഒരു 15 ദിവസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കാം. അടുത്ത 15 ദിവസം ആകുമ്പോൾ നമുക്ക് വീണ്ടും ചാണകപ്പൊടി കൊടുക്കാം. അടുത്ത 15 ദിവസം ആകുമ്പോൾ നമ്മൾ വീണ്ടും ഏതെങ്കിലും ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുക. അങ്ങനെ നമ്മൾ വളങ്ങൾ ഇങ്ങനെ മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മുടെ ചെടിയിൽ പുതിയ പുതിയ മാറ്റങ്ങൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ റോസാ ചെടികൾക്ക് ഈ ഒരു വളം കൊടുത്താൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ചെടിയിൽ ഒരുപാട് തളിർപ്പുകൾ വന്ന് അതിലെല്ലാം മുട്ടുകൾ ഉണ്ടായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഗാർഡനിങ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ റോസ് മുരടിച്ച് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഈ ഒരു വളം ഒന്ന് കൊടുത്തു നോക്കുക. കൊടുത്തു നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെങ്കിലും എന്നെ ഒന്ന് അറിയിക്കുക. കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു വളം കൊടുക്കുമ്പോൾ നമ്മൾ അളവ് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ആ ഒരു കവറിൻ്റെ പുറത്തുണ്ട് 50 ഗ്രാം വരെ ഒരു ചെടിക്ക് കൊടുക്കാമെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അത്രത്തോളം ഒന്നും കൊടുത്തിട്ടില്ല. നമ്മുടെ ഓരോ ചെടിയുടെയും സൈസ് അനുസരിച്ച് നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 3 ടീസ്പൂണോളം ഒരു വലിയ പോട്ടിലുള്ള ചെടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചെടി എത്രത്തോളം സൈസ് ഉണ്ടെന്ന് നോക്കിയിട്ട് അതിൽ ഒരു 10-20 ഗ്രാം മാത്രം കൊടുക്കുക. പിന്നെ വലിയ ചെടിയൊക്കെ ആണെങ്കിൽ പിന്നെ അവർ പറയുന്ന ആ ഒരു അളവിൽ നമുക്ക് ഈ ഒരു വളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മറ്റൊരു പുതിയ നല്ല വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും താങ്ക് യു.